നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. അണ്ടത്തോട് തീരദേശ കടൽഭിത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കല്ലുമായി വന്ന ലോറി ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ തടഞ്ഞു. ഇതിനെതിരെ ഇടതുപക്ഷ പാർട്ടി പ്രവർത്തകർ ജനകീയ സമരസമിതി പ്രവർത്തകരുടെ നീക്കത്തെ തടഞ്ഞത് പ്രദേശത്ത് സംഘർഷാവസ്ഥയ്ക്കിടയാക്കി. 8ഓളം പ്രവർത്തകരെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ആവശ്യമായ പഠനം നടത്താതെ അണ്ടത്തോട് ബീച്ചിൽ നടത്തുന്ന കടൽഭിത്തി നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് നിർമ്മാണ സാമഗ്രികളുമായി വന്ന ലോറികൾ തടഞ്ഞത്. ദിവസങ്ങൾക്ക് മുമ്പ് കല്ലുമായി വന്ന ലോറി നാട്ടുകാർ തടഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച നടത്തിയതിനു ശേഷം മാത്രമാണ് കല്ലിറക്കുക എന്നായിരുന്നു അധികൃതർ പറഞ്ഞിരുന്നത്. ജനങ്ങളെ ആശങ്ക അകറ്റാതെ ഈ പദ്ധതിയിൽ മുന്നോട്ട് പോകാൻ പാടില്ല. ഒന്നാമത്തേത് അവിടെ അത് കെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വെള്ളം വന്ന് ഞങ്ങളെ കുടിവെള്ളം മുട്ടും. ഞങ്ങൾ ജീവൽ പ്രശ്നമാണ്. ഇതൊക്കെ ഞങ്ങൾ അധികാരികളോട് പലതവണ പറഞ്ഞതാണ്. അതൊരു നിങ്ങളെ ആശങ്ക അകറ്റാതെ ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞ MLA വീണ്ടും ലോഡടിച്ച് ഞങ്ങളെ പ്രതിഷേധത്തിന് പുല്ലുവില കൽപ്പിച്ചിട്ടാണ് വീണ്ടും ഈ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം MLA യോഗം വിളിച്ച് പ്രശ്നം പരിഹരിച്ചെന്നായിരുന്നു പറഞ്ഞിരുന്നത്. തിങ്കളാഴ്ച കല്ലുമായി എത്തിയ ലോറി ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ തടയുകയും ഇറിഗേഷൻ വകുപ്പുമായി സംസാരിച്ച് പ്രശ്നം പരിഹാരം കണ്ട് ചർച്ചയ്ക്ക് ശേഷമല്ലാതെ കല്ലിറക്കില്ല എന്ന ഉറപ്പ് ജനകീയ സമരസമിതി നൽകിയിരുന്നു. എന്നാൽ പ്രശ്നപരിഹാരം കാണാതെ ചൊവ്വാഴ്ച കാലത്ത് വീണ്ടും കല്ലുമായി ലോറിയെത്തിയപ്പോഴാണ് സമരസമിതി വാഹനം തടഞ്ഞത്. തുടർന്ന് ഇടതുപക്ഷ അനുകൂല പ്രവർത്തകർ സ്ഥലത്തെത്തി ജനകീയ സമരസമിതി പ്രവർത്തകരുടെ നീക്കത്തെ തടഞ്ഞത് പ്രദേശത്ത് സംഘർഷാവസ്ഥ ഉണ്ടാക്കി. കൂടുതൽ പോലീസ് എത്തിയാണ് ചേരിതിരിഞ്ഞുള്ള തർക്കത്തിന് താൽക്കാലിക പരിഹാരം കണ്ടത്. പ്രതിഷേധം നടത്തിയ ജനകീയ സമരസമിതിയിലെ 8ഓളം പ്രവർത്തകരെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ലോറികൾ കടത്തിവിട്ടു. പോലീസ് കസ്റ്റഡിയിലെടുത്തു കൊണ്ടുപോകുമ്പോഴും പ്രതിഷേധക്കാർ MLAക്കെതിരെയും LDF പ്രവർത്തകർക്കെതിരെയും ശക്തമായ മുദ്രാവാക്യമാണ് മുഴക്കിയത്. വടക്കേക്കാട് SHO അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ SHO അനന്തകൃഷ്ണനും സ്ഥലത്തെത്തിയിരുന്നു. പുറ്റേക്കരയിൽ നിന്ന് അരക്കോടിയിലേറെ വില വരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ജില്ലാ ഡാൻസ് ഓഫ് സംഘവും പേരാമംഗലം പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ലോറിയിൽ കടത്തുകയായിരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. മംഗലാപുരത്ത് നിന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സ്ഥിരമായി വൻതോതിൽ പുകയില ഉൽപ്പന്നങ്ങൾ കടത്തുന്ന ലോറിയും 50 ലക്ഷത്തിലേറെ രൂപ വില വരുന്ന 3,84,436 പാക്കറ്റ് ഹാൻസ് അടക്കമുള്ള പുകയില ഉൽപ്പന്നങ്ങളാണ് പോലീസ് സംഘം പിടിച്ചെടുത്തത്. സംഭവത്തിൽ ലോറി ഉടമയും ഡ്രൈവറുമായ മണ്ണാർക്കാട് സ്വദേശി നീലാഞ്ചേരി വീട്ടിൽ സന്ദീപിനെയും പേരാമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. പേരാമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട പുറ്റേക്കരയിൽ വെച്ച് തൃശൂർ സിറ്റി പോലീസിന്റെ ലഹരി വിരുദ്ധ സ്ക്വാഡ് ആയ ഡാൻസ് ഓഫ് വിഭാഗവും പേരാമംഗലം പോലീസും ചേർന്ന് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് വാഹനവും നിരോധിത പുകയിലയും പിടികൂടിയത്. സിറ്റി പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് പേരാമംഗലം ഇൻസ്പെക്ടർ KC രതീഷിന്റെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് വിഭാഗം സബ് ഇൻസ്പെക്ടർമാരായ ബാബുരാജൻ, ജയകുമാർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പ്രദീപ് കുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പ്രസൂൺ, പോലീസുകാരായ ശരത്ത്, നിഷാദ്, നിബു, സുജിത്ത്, ആശിഷ്, റെജിൻദാസ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സ്കൂളുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉടനീളം വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതാണ് പുകയില ഉൽപ്പന്നങ്ങളെന്നാണ് പോലീസ് അനുമാനിക്കുന്നത്. ലോറിയുടെ മുകളിലും വശങ്ങളിലും മാത്രം മൈദ ചാക്കുകൾ നിരത്തി സംശയം തോന്നാത്ത രീതിയിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ ലോറിയിൽ നിറച്ചിരുന്നത്. പ്രതിയെ ചൊവ്വാഴ്ച കോടതിയിൽ ഹാജരാക്കും. ഈ വർഷത്തെ SSLC ഫലം മെയ് 9 പ്രഖ്യാപിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. 8ാം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിലും മിനിമം മാർക്ക് എന്നത് അടുത്ത അധ്യയന വർഷം മുതൽ കർശനമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. 5, 6, 7 ക്ലാസുകളിലും സബ്ജക്ട് മിനിമം നടപ്പാക്കും. പുതുക്കിയ പാഠപുസ്തകം പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മുഴുവൻ അധ്യാപകർക്കും മെയ് 13 മുതൽ പരിശീലനം നൽകും. തിങ്കളാഴ്ച രാത്രി ഉണ്ടായ ശക്തമായ ഇടിമിന്നലിൽ കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലെ ഗുഡ് ഷെപ്പേർഡ് സ്കൂളിന് സമീപത്തെ ട്രാൻസ്ഫോമറിന് തീപിടിച്ചു. രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. മഴയെ തുടർന്നുണ്ടായ ഇടിമിന്നലിൽ ട്രാൻസ്ഫോമറിൽ പെട്ടെന്ന് തീ പിടിക്കുകയായിരുന്നു. കുന്നംകുളത്ത് നിന്നും അഗ്നിശമന സേന എത്തിയാണ് തീയണച്ചത്. മേഖലയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു.
ശക്തമായ കാറ്റിലും മഴയിലും എരുമപ്പെട്ടി മേഖലയിൽ വ്യാപക നാശനഷ്ടം. വിവിധ പ്രദേശങ്ങളിൽ മരങ്ങൾ വീണ് വൈദ്യുത കാലുകൾ തകർന്നു. എരുമപ്പെട്ടി, തിച്ചൂർ, നെല്ലുവായ്, മുരിങ്ങാത്തേരി പ്രദേശങ്ങളിലാണ് മരങ്ങൾ വീണത്. നെല്ലുവായ് പട്ടാമ്പി റോഡിൽ മുരിങ്ങത്തേരിയിൽ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പഞ്ചായത്ത് മെമ്പർ NP അജയന്റെ നേതൃത്വത്തിൽ നാട്ടുകാരും വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷൻ ഓഫീസർ TK നിതീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘവും ചേർന്നാണ് മരം മുറിച്ചു നീക്കിയത്. പല പ്രദേശങ്ങളിലും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. KSEB ഉദ്യോഗസ്ഥരെത്തി തകരാറുകൾ പരിഹരിച്ചു. തൃത്താല ഞാങ്ങാട്രി മാട്ടായ ഇറക്കത്തിലും ഭീമൻ മരം കടപുഴകി വീണു. വൈദ്യുത പോസ്റ്റുകൾ തകർന്നു. റോഡിൽ ഗതാഗതവും തടസ്സപ്പെട്ടു. ചിറ്റണ്ട, പൂങ്ങോട് പ്രദേശങ്ങളിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. റോഡിലേക്ക് മരങ്ങൾ പൊട്ടിവീണു. വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണും നാശനഷ്ടം സംഭവിച്ചു. ചിറ്റണ്ട തലശ്ശേരി റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തേക്കുമരം പൊട്ടിവീണ് ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. വടക്കേക്കര പ്രകാശന്റെ വീടിന് മുകളിലേക്ക് മാവിന്റെ കൊമ്പ് പൊട്ടിവീണ് വീടിന്റെ ഒരു വശവും ശൌചാലയവും തകർന്നു. ചിറ്റണ്ട പാക്കത്ത് സിന്ധുവിന്റെ പറമ്പിലെ മരവും കടപുഴകി വീണു. വേലൂർ ഗ്രാമപഞ്ചായത്ത് 17-ാം വാർഡ് കുറുവന്നൂരിലെ കുടിവെള്ള ക്ഷാമത്തിന് അറുതിയായി. ചോടുവിൽ കുടിവെള്ള പദ്ധതി പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CF ജോയ് അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെർലി ദിലീപ് കുമാർ, CDS അംഗം ലീല ചന്ദ്രൻ, നാരായണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ടാങ്ക് നിർമ്മിക്കാനായി സൗജന്യമായി സ്ഥലം നൽകിയ വാസുദേവൻ നമ്പൂതിരിയെ ആദരിച്ചു. ചോടുവിൽ കുടിവെള്ള പദ്ധതി നിലവിൽ വന്നതോടെ പ്രദേശത്തെ ദീർഘനാളത്തെ കുടിവെള്ളത്തിനായുള്ള കാത്തിരിപ്പിനാണ് അവസാനമായത്. ചിറ്റാട്ടുകര സ്വദേശി പനി ബാധിച്ച് മരിച്ചു. എളവള്ളി പഞ്ചായത്ത് 3-ാം വാർഡിൽ താമസിക്കുന്ന പുലിക്കോട്ടിൽ ജോസന്റെ മകൻ രാജ ജോസാണ് മരിച്ചത്. ന്യൂമോണിയ സ്ഥിരീകരിച്ച് അമല മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച പുലർച്ചെ 4 മണിക്കാണ് മരണം സംഭവിച്ചത്. സംസ്കാരം ഉച്ചതിരിഞ്ഞ് 5 മണിക്ക് ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയ സെമിത്തേരിയിൽ നടക്കും. മാഗി മാതാവും പെസി ഭാര്യയുമാണ്. ജോൺ, ലിഥിയ മരിയ എന്നിവർ മക്കളാണ്. ആവശ്യമായ പഠനം നടത്താതെ അണ്ടത്തോട് ബീച്ചിൽ നടത്തുന്ന കടൽഭിത്തി നിർമ്മാണം നിർത്തിവെക്കണമെന്നും പ്രദേശത്തെ ജനങ്ങൾക്കുള്ള ആശങ്ക പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിവേദനം നൽകി. സമരസമിതി ചെയർമാൻ AM അലാവുദ്ദീൻ, കൺവീനർ AK മൊയ്തുണ്ണി എന്നിവരുടെ നേതൃത്വത്തിൽ അബ്ദുസമദ് അണ്ടത്തോട്, CU മുസ്തഫ, ചാലിൽ അഷ്റഫ്, CM ഗഫൂർ, KM മുജീബ്, MM ജബാർ, CK മൊയ്തുണ്ണി തുടങ്ങിയ സമിതി നേതാക്കളും സമീപവാസികളും ചേർന്നാണ് നിവേദനം നൽകി. DYFI കടവല്ലൂർ പഞ്ചായത്തിൽ ലഹരി വിരുദ്ധ നൈറ്റ് മാർച്ച് നടത്തി. മെയ് 4-ന് നടത്തുന്ന മനുഷ്യച്ചങ്ങലയ്ക്ക് ഐക്യദാർഢ്യവുമായാണ് യുവജന സംഘടനയായ DYFI നൈറ്റ് മാർച്ച് നടത്തിയത്. പെരുമ്പിലാവ് സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ M ബാലാജി ഉദ്ഘാടനം ചെയ്തു. ശരത് പ്രസാദ് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ആക്കിക്കാവ് ചുറ്റി പെരുമ്പിലാവ് സെന്ററിൽ സമാപിച്ച നൈറ്റ് മാർച്ചിന് DYFI പ്രവർത്തകരായ സൈഫുദ്ദീൻ, ഷിനോസ്, അഫ്സൽ, ഷാരിക, വിനി എന്നിവർ നേതൃത്വം നൽകി. പെരുമ്പടപ്പ് വടക്കൂട്ട് ഇത്തിഹാസ് ദർസിന്റെ നേതൃത്വത്തിൽ സ്മാർട്ട് പ്ലസ് തസ്കിയ സൈക്കോളജിക്കൽ ക്യാമ്പിന് തുടക്കമായി. ഏപ്രിൽ 27 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിലാണ് ക്യാമ്പ് നടത്തുന്നത്. ഇതോടൊപ്പം 8-ാം ക്ലാസ്സിന് മുകളിലുള്ള പെൺകുട്ടികൾക്ക് മാത്രമായി മെയ് 1-ന് ഏകദിന ക്യാമ്പും സംഘടിപ്പിച്ചിട്ടുണ്ട്. സ്മാർട്ട് പ്ലസ് തസ്കിയ ക്യാമ്പ് സീനിയർ ബിസിനസ് കൺസൾട്ടന്റും മുൻ മർക്സ് ടെക്നോളജി സിറ്റി CEOയുമായ EV അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് ഫളൽ ജിഫ്രി അൽ ഈമി വടക്കൂട്ട് അധ്യക്ഷത വഹിച്ചു. സയ്യിദ് അസനി മംഗലം പ്രാർത്ഥന നടത്തി. സെയ്ദ് ഷരീഫ് അലി ശിഹാബ് തങ്ങൾ സംസാരിച്ചു. പ്രമുഖ സൈക്കോ ട്രെയിനർ സലീം പയ്യോളി, മുഹമ്മദ് ഫാറൂഖ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ഹിന്ദുത്വ അജണ്ടകൾ നടപ്പാക്കാനും ഭിന്നിപ്പിച്ചു ഭരിക്കാനും ഭീകരാക്രമണങ്ങൾക്ക് അവസരമൊരുക്കുകയാണ് RSS ചെയ്യുന്നതെന്ന് വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS നിസാർ പറഞ്ഞു. വെൽഫെയർ പാർട്ടി പുന്നേർകുളം പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച സാഹോദര്യ പദയാത്രയുടെ സമാപന പൊതുസമ്മേളനം അണ്ടത്തോട് സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാദിഖ് തറയിൽ അധ്യക്ഷത വഹിച്ചു. സൈനുദ്ദീൻ ഫലാഹി, അബ്ദുസമദ് അണ്ടത്തോട്, അഡ്വക്കേറ്റ് മുഹമ്മദ് യൂസഫ്, ഹുസൈൻ മടപ്പൻ എന്നിവർ സംസാരിച്ചു. പനന്തറ സെന്ററിൽ നിന്ന് പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് മുസ്തഫ കമാൽ ജാഥ ക്യാപ്റ്റനായാണ് പദയാത്ര ആരംഭിച്ചത്. മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഉസ്മാൻ, സെക്രട്ടറി OK റഹീം, കരീം മുടവത്തയിൽ, സിറാജ് പാപ്പാളി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,980 രൂപ, പവന് 71,840 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 109 രൂപ.
ചരമം പെരുമ്പിലാവ് ആൽത്തറ പോക്കാക്കില്ലത്ത് പരേതനായ കുഞ്ഞുമോൻ മകൻ അബൂബക്കർ നിര്യാതനായി 77 വയസ്സായിരുന്നു. ഖബറടക്കം മണിയറക്കോട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. ഖദീജയാണ് ഭാര്യ, ഷെരീഫ് ഏകമകനാണ്. കുന്നംകുളം ചെറുകുന്ന് തെക്കേക്കര താരുക്കുട്ടി മകൻ ബാബു ഡേവിഡ് നിര്യാതനായി 50 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10-ന് ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും. തങ്കമണിയാണ് മാതാവ്. ബെറ്റി, ബെന്നി, ബീന, ബിജി എന്നിവർ സഹോദരങ്ങളാണ്. അവിവാഹിതനാണ് പരേതൻ. നെല്ലുവായ്ത്തറയിൽ മത്തായി മകൻ കുര്യാക്കോസ് നിര്യാതനായി 74 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളി സെമിത്തേരിയിൽ നടക്കും. കുഞ്ഞിലെ ഭാര്യയും ലിൻസി, ലിൻഡോ എന്നിവർ മക്കളുമാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.